ഹായ് ഹലോ എ ടു സെഡ് എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഹണി ചിക്കൻ ആണ്. എൻ്റെതായ ഒരു സ്പെഷ്യൽ രീതിയിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. 1/2 കിലോ ചിക്കൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നാൽ വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പം വൃത്തിയാക്കി വെച്ച ചിക്കൻ, ബോൺലെസ് ആണ് ചിക്കൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടുന്നത് നാരങ്ങ, പച്ചമുളക്, ബട്ടർ, സോയാ സോസ്, ചതച്ച മുളക്, ഇത്രയും കൂടെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണിയാണ്. ടൊമാറ്റോ സോസ് ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട്, പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. അതൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് സോയാ സോസ് 2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് ചതച്ച മുളക് ആഡ് ചെയ്ത്, കുറച്ച് ടൊമാറ്റോ സോസ് 1 സ്പൂൺ കണക്കാക്കി വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ആക്കിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് ചിക്കൻ തണുത്തതിന് ശേഷം 2 സ്പൂൺ തേനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന് മെയിനാണ് കേട്ടോ തേന്. 2 സ്പൂൺ തേൻ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു ഹാഫ് നാരങ്ങ നീര് അതിലേക്ക് മിക്സ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ഏലക്കായ, ഒരു പീസ് മതി ഏലക്കായ, കുഞ്ഞൊരു പീസ് പട്ട, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ മെയിൻ കൂട്ടാണ്, ചിക്കൻ്റെ കൂട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചത്. അത് ഓരോരോ പീസുകളായിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മതി. ഒരു പച്ചമുളക് വേണമെന്നില്ല, എന്നാലും ആവശ്യത്തിനനുസരിച്ച് ഒരു എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. പച്ചമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം അത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു സോസ് ഉണ്ടാക്കണം. ഇതിന് വേണ്ടുന്ന ഒരു വൈറ്റ് സോസിന് വേണ്ടിയിട്ട് കുറച്ച് പാല്, ഒരു 1/2 കപ്പും വേണ്ട, നമുക്ക് എത്ര വേണം എന്നനുസരിച്ച് വയ്ക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കി കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നമ്മൾ കലക്കി വെച്ചിട്ട് കോൺഫ്ലവറില്ലേ അതുകൂടെ മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. കുറച്ച് സമയം വേണം, അതിൻ്റെ ഒരു പാകം മനസ്സിലാക്കിയെടുക്കുക. അതിനനുസരിച്ച് ഒരു ചെറിയ പച്ചമുളകും കൂടി അതിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് അതിലേക്ക് ഒഴിച്ചു. അതെല്ലാം കൂടി നന്നായിട്ട് ചൂടായിട്ട് നല്ല മെൽറ്റാവണം കേട്ടോ. മെൽറ്റായതിന് ശേഷം അതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഇത് രണ്ടും കൂടി ആവശ്യത്തിന് യൂസ് ചെയ്യുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിടാം. ഞാൻ 1 സ്പൂണാണ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് ഫീൽ ചെയ്തപ്പോൾ കുറച്ച് പാൽ കൂടി ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സോസേജിൻ്റെ ഒരുപാട് തിക്നെസ്സും വേണ്ട, ഒരുപാട് ലൂസായിട്ട് വരിക്കാതെ ഒരു മീഡിയം പരുവത്തിലേക്ക് ആക്കി വെച്ചു. അതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ മിക്സ് ചെയ്തു. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിൽ 2 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ പൊരിച്ച ബാലൻസ് എണ്ണയിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും
കോളിഫ്ലവറും ക്യാപ്സിക്കവും ബീൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോസ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, വൈറ്റ് സോസ്, അതിലേക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഒരു ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ഇഷ്ടാനുസരണം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിലേക്ക് പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വൈറ്റ് സോസിൻ്റെ ബാലൻസും കൂടി മിക്സ് ചെയ്തു. അതിൽ 2 സ്പൂൺ തേൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. സ്റ്റീം ആവുന്ന സമയം ഒന്ന് നോക്കിക്കൊള്ളുക, ശ്രദ്ധിക്കുക, അടിയിൽ പിടിച്ച് പോകാൻ പാടില്ല. ഈ അടുത്തിരുന്ന് കൂക്കി വയ്ക്കുന്നത് മുട്ടയാണ്. മുട്ടയെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ സൈഡിൽ ഒരു ഭംഗിയുണ്ട്, അതിനുപരി അത് ടേസ്റ്റുമാണ്. അതിന് വേണ്ടിയിട്ടാണ് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. മൊസറല്ല ചീസ് എല്ലാം നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2 പീസുകളാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കാം. ഇനി നമ്മുടെ ഹണി ചിക്കൻ ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മുട്ടയെല്ലാം സൈഡിൽ കൊടുത്തു. കുറച്ച് ടൊമാറ്റോയും കൂടി കട്ട് ചെയ്തിട്ട് സൈഡിലെല്ലാം വെച്ചു. നമ്മൾ നേരത്തെ വെജിറ്റബിൾ എടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് വെജിറ്റബിളും കൂടി എൻ്റെ സൈഡ് ഡിഷായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഹണി ചിക്കൻ. അതെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.